സാവധാനം എടുക്കും. സാവധാനം ഹോൾഡ് ചെയ്യും. ഫസ്റ്റില് മാത്രം കോൺസെൻട്രേറ്റ്. അധികം പ്രഷർ എടുക്കണ്ട. സാവധാനം ശ്വാസത്തിൽ സാവധാനം എടുക്കും. ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിലുപരി എല്ലാവർക്കും എൻ്റെ പുതിയ തീരുമാനങ്ങളിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇന്നലെ ഡോക്ടറുടെ ഫൈനൽ ഒപ്പീനിയൻ വാങ്ങാൻ പോയപ്പോൾ ഡോക്ടർ എന്നെ നന്നായിട്ടൊന്ന് ഉപദേശിച്ചിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മെഡിസിൻ കൊണ്ട് മാത്രം സൊല്യൂഷൻ കിട്ടിയേക്കണമെന്നില്ല, അതിന് മെൻ്റലി ഫിസിക്കലി കൂടെയുള്ള സപ്പോർട്ടും കൂടെ വേണം. എൻ്റെ ബ്രെയിൻ ട്യൂമർ ഇഷ്യൂ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷം ആവാറായി. ഇതിനിടയ്ക്ക് പലപ്പോഴും എനിക്ക് ഓവർ ടെൻഷൻ വരുന്ന സമയത്താണ് ഫിസിക്കലി ഉള്ള പ്രോബ്ലംസ് ഒക്കെ എനിക്ക് വരാറുള്ളത്. ഇന്ന് മുതൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണിപ്പോൾ. എത്ര ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റിട്ട് ഇന്നു മുതൽ ഞാൻ പുതിയൊരു മനുഷ്യനാകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതങ്ങനെ പ്രാവർത്തികമാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈഫ് ഇങ്ങനെ ലേസി ആയാൽ ശരിയാവില്ല എന്ന് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. സോ ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ വരുത്തി നോക്കാമെന്ന് ഞാനും തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ മോർണിംഗ് റൂട്ടീനിലെ ഓരോ കാര്യങ്ങളും പർപ്പസ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. രാവിലെ എണീക്കുമ്പോൾ എൻ്റെ മൈൻഡിന് ചീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം എഴുന്നേറ്റുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് മാത്രം രാവിലെ നേരത്തെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീർത്ത് കറക്റ്റ് ടൈമിന് ഡ്യൂട്ടിക്ക് കയറുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതൊരു തെറ്റായ തോട്ടാണെന്ന് ഞാൻ ഈ അടുത്തിടെയാണ് റിയലൈസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നതിനിടയ്ക്ക് എനിക്ക് വേണ്ടി എനിക്ക് ചെയ്യാനായി ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് എൻ്റെ ജോലി. അതിനിടയ്ക്കുള്ള പല കാര്യങ്ങളും ഞാൻ മറന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നു കേട്ടോ. ഞാനിപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നതൊക്കെ ചെറുതായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് സൺസ്ക്രീൻ മാത്രം ചെയ്യും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് എൻ്റെ ആദ്യത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും ചെറിയ ചേഞ്ച് ഒക്കെ കാണാൻ പറ്റും. സ്കിൻ കെയർ മാത്രമല്ല എൻ്റെ സ്കിന്ന് ക്ലിയർ ആവാൻ കാരണമായത്. ഞാൻ നല്ലപോലെ വെള്ളം കുടിക്കും. ഫുഡിലൊക്കെ വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ടോ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കാര്യമായ ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയത്. ഇതൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് തന്നെ നിങ്ങൾക്ക് അറിയണമെന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ അറിയാമെങ്കിലും ആരും അങ്ങനെ ചെയ്യാൻ റെഡി ആവുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കാര്യമായൊരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമാണ് യോഗ. ഞാനിത് ഒറ്റയ്ക്കല്ല കേട്ടോ ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട് യോഗ ടീച്ചറാണ്. നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ടില്ലേ, അവൾ എനിക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസും തരുന്ന അനുസരിച്ചിട്ടാണ് ഞാൻ യോഗ ചെയ്യുന്നത്. എന്നെപ്പോലെ ഒരാൾക്ക് എന്നെ പുഷ് ചെയ്യാൻ ഒരു ട്രെയിനറെ അത്യാവശ്യമാണ്. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അവൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ അവളെ ഒന്നും യൂസ് ആക്കിയിട്ടില്ല. ഇപ്പോഴാണ് എൻ്റെ ലൈഫിൽ അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കൊന്ന് റിയലൈസ് ആയി വന്നത്. ആക്ച്വലി ഡോക്ടർ എന്നോട് സജസ്റ്റ് ചെയ്തത് രാവിലെയും വൈകുന്നേരം കുറച്ച് സമയം നടക്കാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ 1 hour നടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടക്കുന്നാണ് പറഞ്ഞത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമുക്കൊരു ലൈഫ് ചേഞ്ചിങ് വേണമെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ചെറുതായിട്ട് ചെയ്തു തുടങ്ങണം. നമ്മളുടെ ബോഡിയോട് നമ്മൾ പെട്ടെന്നൊരു ദിവസം മൂവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മൂവ് ആയിക്കൊള്ളുന്നില്ല. ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ഇതൊക്കെ നീ ചെയ്തു തുടങ്ങണം, പതിയെ പതിയെ ഇത് നീ ഓക്കെ ആക്കി എടുക്കണം, ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആവാൻ നമ്മുടെ ബോഡി നമ്മുടെ കൂടെ നിൽക്കും. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രീത്ത് എടുക്കുമ്പോഴേക്കും എനിക്ക് നല്ല പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് നടക്കാൻ പോകാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം യോഗയിൽ നിന്ന് തുടങ്ങി കുറച്ച് ദിവസം യോഗ ചെയ്ത് മൈൻഡും ഹെൽത്തും ഒക്കെ ഒന്ന് ഓക്കെ ആയിട്ട് നടക്കാൻ ഇറങ്ങാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തത്. ഈ കണ്ടീഷനൊക്കെ ഒന്ന് ഓക്കെ ആയിട്ട് വേണം പുറത്തൊക്കെ ഒന്ന് നടക്കാൻ പോകാൻ. സ്പീഡിലല്ല, വളരെ സ്ലോ ആയിട്ട് നടന്നാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഞാൻ പതുക്കെ പതുക്കെ ട്രൈ ചെയ്യും.
അനദർ വാല്യുബിൾ പർപ്പസ് ഓഫ് ഇൻ ദ മോർണിംഗ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പം ഞാൻ മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് വിൽ മേക്സ് അവർ ബ്രെയിൻ ഫാസ്റ്റ് എന്നല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. സംടൈംസ് ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കും, സംടൈംസ് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള മൂടായിരിക്കും. ഇന്ന് ഞാൻ പാൻ കേക്ക് പോലെ ഒരു ഡോ ഉണ്ടാക്കിയിട്ട് അത് വെച്ചൊരു ദോശ മേക്ക് ചെയ്ത് അതിൽ കുറച്ച് തേങ്ങ പഞ്ചസാരയിട്ട് ഉരുട്ടി കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ഐ നോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി. ഞാനൊരു സത്യം പറയട്ടെ, ഇതുവരെ ചില ദിവസങ്ങളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും സ്കിപ്പ് ചെയ്തിട്ട് എൻ്റെ ഹെൽത്തിനെ ഞാൻ ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അങ്ങനെ ഉണ്ടാവില്ല എന്ന് ഞാൻ എൻ്റെ ഹെൽത്തിന് പ്രോമിസ് ചെയ്ത പോലെയാണ് ഇപ്പോൾ എൻ്റെ എല്ലാ റുട്ടീൻസും ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ടൈമിന് ഫുഡ്, കറക്റ്റ് വെള്ളം, കറക്റ്റ് മനസ്സമാധാനം, അതെല്ലാം ഞാൻ എനിക്ക് ഇനി മുതൽ കൊടുത്തിരിക്കും. എന്നോട് ഡോക്ടറും പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുക, മനസ്സമാധാനമായിട്ടിരിക്കുക, അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷന് ഓക്കെ ആവാൻ ഏറ്റവും വലിയ മരുന്നെന്നാണ്. എനിക്കും അത് സത്യമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒക്കെ അതും ഹെൽത്തി ആയിട്ടൊക്കെ തുടങ്ങുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കാണ്. കാരണം വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീനിലൂടെയാണ് ഞാൻ ഇത്രയും കാലം കടന്നു പോയിട്ടുള്ളത്. പതിയെ പതിയെ ഇതൊക്കെ ഒന്ന് ഹെൽത്തി റൂട്ടിലേക്ക് മാറ്റിയെടുക്കണം. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്നും കഴിക്കണം എന്നുള്ള ഒരു മോഡിലേക്ക് എന്നെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു തത്രപ്പാടിലാണ് ഞാൻ. യോഗ ചെയ്ത് നല്ല രീതിക്ക് പെയിൻ കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ സിക്ക് ലീവിലാണ്. ഇന്നത്തോടെ എൻ്റെ സിക്ക് ലീവ് കഴിയും. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനിലാണ് കേട്ടോ. എങ്ങനെയാണ് ഞാൻ നാളെ തൊട്ട് ജോലിക്ക് കയറുക? എൻ്റെ ഹെൽത്ത് കംപ്ലീറ്റ്ലി ഓക്കെ ആയെന്നോ, ഡ്യൂട്ടിക്ക് കയറാൻ പറ്റിയെന്നോ ഒരു കൺക്ലൂഷനിൽ എനിക്ക് എത്താൻ പറ്റുന്നില്ല. എല്ലാം റെഡി ആവുമായിരിക്കും, ചിലപ്പോൾ ഇറ്റ്സ് ടേക്സ് ടൈം. എൻ്റെ ഹെൽത്തിനോട് കാണിക്കുന്ന അടുത്ത സിൻസിയറിറ്റിയാണ് കറക്റ്റ് മെഡിക്കേഷൻ. എനിക്ക് ബ്രെയിൻ ട്യൂമർ ഡയഗ്നോസ് ചെയ്തിട്ട് 5 വർഷമായി. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ എൻ്റെ മെഡിക്കേഷൻസും ഡോക്ടേഴ്സായിട്ടുള്ള ഫോളോ അപ്പ് ഒക്കെ മനഃപൂർവ്വം നിർത്തിവെച്ചു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചും ലൈഫിനോട് മല്ലിട്ടും എനിക്കിങ്ങനെ മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ എപ്പോഴോ ആ മടുപ്പ് കാരണം എന്നോട് തന്നെ ചീറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ഫോളോ അപ്പ് ഒക്കെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഞാൻ എന്നോട് മാത്രം ചെയ്യുന്ന ചീറ്റിംഗ് അല്ല. എന്നെ ചുറ്റിപ്പറ്റിക്കൊണ്ട് 2 ജീവനുകളുണ്ട്, എൻ്റെ മക്കൾ. അവരെ കൂടെ ചീറ്റ് ചെയ്യുന്ന പോലെയാണെന്ന് പിന്നെ ഞാൻ റിയലൈസ് ചെയ്തു. ഇനി ഒരു കാരണം കൊണ്ടും ഞാൻ എൻ്റെ ഫോളോ അപ്സ് മുടക്കൂല, കറക്റ്റ് മെഡിക്കേഷൻസും എടുക്കും. ഞാൻ എൻ്റെ കുക്കിങ്ങിൽ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. എന്നാൽ ഞാൻ കഷ്ടപ്പെട്ട് കുക്ക് ചെയ്യാൻ തയ്യാറുമല്ല. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. കഷ്ടപ്പെട്ട് കുക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളും എന്നെപ്പോലെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയണില്ല. എൻ്റെ ലൈഫിൽ നിന്ന് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലെ എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളടുത്ത് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് നമ്മളുടെ വേയിൽ മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുക. നമ്മളെ ഹാപ്പിയാക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള തോന്നലോട് കൂടി എന്നും ജീവിക്കുക. ഈ അടുത്തിടെയായിട്ട് മെഡിസിൻസ് നല്ലപോലെ കഴിക്കുന്നുണ്ട്. അത് കാരണം എൻ്റെ വായിലെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് എരിവുള്ള ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഓവർ സ്പൈസിയായിട്ട് ഞാൻ കഴിക്കാറുമില്ല. എൻ്റെ അസുഖം കാരണം എനിക്ക് വന്ന വേറൊരു ബുദ്ധിമുട്ടാണ്, ചില ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് എനിക്ക്. ഒരു ഫീവർ വന്നു കഴിഞ്ഞാൽ പനിക്കുള്ള മെഡിസിൻ കഴിച്ചാൽ തന്നെ എനിക്ക് പിന്നെ ഹൈപ്പർലാക്റ്റിനോമ വരും. അതിൻ്റെ പെയിനാവും. ഹോർമോണൽ ഇംബാലൻസ് ഭയങ്കര ഇഷ്യൂ ആണെന്ന് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിലും ഓരോ പ്രശ്നങ്ങളും അവനവന് നേർക്ക് വരുമ്പോഴാണല്ലോ ആ പ്രശ്നം എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുക. അതുവരെ എല്ലാവർക്കും അതൊരു തമാശയോ കെട്ടുകഥയോ അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. തീയിൻ്റെ ചൂടറിയണമെങ്കിൽ തീയൊന്ന് തൊട്ട് നോക്കണം, അല്ലെങ്കിൽ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് അത് ഭംഗിയുള്ള എന്തോ ഒന്നാണ്. ഞാനീ മുഖം മറിക്കുന്നത് പുറത്തുള്ള ചൂടിനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സുഹൈൽ എന്നൊരു നക്ഷത്രം വരാനുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ തണുപ്പാവുന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാവുന്നതിലപ്പുറമാണ് ഇവിടുത്തെ ചൂട്. ഞാനും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇവിടുത്തെ ചൂട് ഇത്രത്തോളം ഭയാനകമാണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു.